നമസ്കാരം കൂട്ടുകാരെ, SP ജോബ് സ്പോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള PSC പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു മികച്ച അവസരമാണ്. ഇതിൽ 34ഓളം പോസ്റ്റുകളിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട കോമൺ ആയിട്ടുള്ള പോസ്റ്റുകളെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് വിശദ വിവരങ്ങൾ വീഡിയോയിൽ നോക്കാം. ആദ്യത്തെ പോസ്റ്റ് കാറ്റഗറി നമ്പർ 44/2026 കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ. സാലറി വരുന്നത് 51,400 മുതൽ 1,10,300 രൂപ വരെയാണ്. ഒരു വേക്കൻസി ആണുള്ളത്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് 18 മുതൽ 40 വയസ്സ് വരെയാണ്. അതായത് 2/1/1986 1/1/2008 ഇടയിൽ ജനിച്ചിട്ടുള്ളവരായിരിക്കണം. OBC SC ST കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻസ് പറയുന്നത് UGC അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നോ കേന്ദ്ര സർക്കാർ സ്ഥാപിച്ച ദേശീയ സ്ഥാപനങ്ങളിൽ നിന്നോ കേരള സർക്കാർ സ്ഥാപിച്ച സ്ഥാപനങ്ങളിൽ നിന്നോ നേടിയ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഷയത്തിലുള്ള എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ സെക്ഷൻ A and B ഉണ്ടായിരിക്കണം. അതുമല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ ഡിഗ്രിയോ തത്തുല്യ യോഗ്യതയോ ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്തൊരു പോസ്റ്റ് പറയുന്നത് കാറ്റഗറി നമ്പർ 45/2026 ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ആണ്. സാലറി 50,200 മുതൽ 1,05,300 രൂപ വരെയാണ്. ഒരു വേക്കൻസി ആണുള്ളത്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് 18 മുതൽ 40 വയസ്സ് വരെയാണ്. 2/1/1986 1/1/2008 ഇടയിൽ ജനിച്ചിട്ടുള്ളവർക്കാണ് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നത്. SC ST OBC കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻസ് പറയുന്നത് ഫിഷറി സയൻസിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടാവണം. അല്ലെങ്കിൽ ഫിഷറി സയൻസ് ഓർ ഇൻഡസ്ട്രിയൽ ഫിഷറീസ് or mariculture or marine biology or coastal aquaculture or aquatic biology and fisheries or aquaculture and fishery microbiology or capture and culture fisheries or aquaculture and fishery biology applied fisheries and aquaculture fish processing technology and aquaculture engineering zoology ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത പോസ്റ്റ് കാറ്റഗറി നമ്പർ 46/2026 ജിയോളജിക്കൽ അസിസ്റ്റന്റ്. സാലറി വരുന്നത് 43,400 മുതൽ 91,200 രൂപ വരെയാണ്. 6 വേക്കൻസി ആണുള്ളത്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് 18 മുതൽ 40 വയസ്സ് വരെയാണ്. 2/1/1986 1/1/2008 ഇടയിൽ ജനിച്ചിട്ടുള്ളവർക്കാണ് അപേക്ഷ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. SC ST OBC കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻസ് പറയുന്നത് UGC റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നോ ഗവൺമെന്റ് ഓഫ് കേരള ഓർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ ജിയോളജി ഓർ മറൈൻ ജിയോളജിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി ഉണ്ടായിരിക്കണം. ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഈ പോസ്റ്റിലോട്ട് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത പോസ്റ്റ് കാറ്റഗറി നമ്പർ 47/2026 ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ സ്റ്റേഷൻ ഓഫീസർ ട്രെയിനി ആണ്. സാലറി 43,400 മുതൽ 91,200 രൂപ വരെയാണ്. ഒരു വേക്കൻസി ആണ് കൊടുത്തിട്ടുള്ളത്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് പറയുന്നത്. ഡിഫറൻ്റ്ലി ഏബിൾഡ് ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ഏജ് ലിമിറ്റ് 20 മുതൽ 35 വയസ്സ് വരെയാണ്. 2/1/1991 1/1/2006 ഇടയിൽ ജനിച്ചിട്ടുള്ളവർക്കാണ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുക. ക്വാളിഫിക്കേഷൻസ് പറയുന്നത് സയൻസിൽ ഗ്രാജുവേഷൻ ഉണ്ടാവണം, പ്രിഫറബിളി ഇൻ കെമിസ്ട്രി. കൂടാതെ സ്പോർട്സ് ആൻഡ് ഗെയിംസിൽ പ്രാവീണ്യമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ്. ഇതിന് അവര് ഫിസിക്കൽ ക്വാളിഫിക്കേഷൻസ് കൂടി കൊടുത്തിട്ടുണ്ട്. ഹൈറ്റ് വിത്തൗട്ട് ഫുട് വെയർ. ജനറൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 165 സെന്റിമീറ്ററും SC ST ആണെങ്കിൽ 160 സെന്റിമീറ്ററും ആണ് വേണ്ടത്. വെയിറ്റ് ജനറൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 50 കിലോഗ്രാം,
SC/ST ആണെങ്കിൽ 48 കിലോഗ്രാം. ചെസ്റ്റ് ജനറൽ കാൻഡിഡേറ്റ്സിന് 81 സെന്റിമീറ്റർ, SC/ST ആണെങ്കിൽ 76 സെന്റിമീറ്റർ. ചെസ്റ്റ് എക്സ്പാൻഷൻ രണ്ടു കൂട്ടർക്കും 5 സെന്റിമീറ്റർ ആണ് വരുന്നത്. ഇതിന് വിഷ്വൽ സ്റ്റാൻഡേർഡ്സും പറയുന്നുണ്ട്. ഡിസ്റ്റന്റ് വിഷൻ ആണെങ്കിൽ 6/6 നെലൻ, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഐ ആണ് വരുന്നത്. നിയർ വിഷൻ ആണെങ്കിൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഐക്ക് 0.5 സ്നെല്ലാണ് ഉണ്ടാവേണ്ടത്. ഫീൽഡ് ഓഫ് വിഷൻ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഫുള്ള് ആയിരിക്കണം. ഇത്രയും ക്വാളിഫിക്കേഷൻസും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഉള്ളവർക്ക് ഈ പോസ്റ്റിലോട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അടുത്തൊരു പോസ്റ്റ് കാറ്റഗറി നമ്പർ 48/2026 വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, ഡെമോൺസ്ട്രേറ്റർ, ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2, ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. സാലറി 41,300 മുതൽ 87,000 രൂപ വരെയാണ്. ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണുള്ളത്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് 18 മുതൽ 40 വയസ്സ് വരെയാണ്. 2/1/1986 1/1/2008 ഇടയിൽ ജനിച്ചിട്ടുള്ളവർക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത്. SC/ST OBC കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻസ് പറയുന്നത് എഞ്ചിനീയറിംഗ് ടെക്നോളജിയിൽ 3 വർഷത്തെ റെഗുലർ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത പോസ്റ്റ് കാറ്റഗറി നമ്പർ 49/2026 സ്റ്റോർ കീപ്പർ ആണ്. സാലറി പറയുന്നത് 35,600 മുതൽ 75,400 രൂപ വരെയാണ്. ഒരു വേക്കൻസി ആണ് കൊടുത്തിട്ടുള്ളത്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് 18 മുതൽ 40 വയസ്സ് വരെയാണ്. അതായത് 2/1/1986 1/1/2008 ഇടയിൽ ജനിച്ചിട്ടുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. SC/ST OBC കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻസ് പറയുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. കൂടാതെ കുറഞ്ഞത് 3 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടാവേണ്ടതാണ്. ടൂൾ റൂമിൽ ഇൻവെന്ററി കൺട്രോൾ മേഖലയിലെ 3 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇത്തരം ക്വാളിഫിക്കേഷൻസ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത പോസ്റ്റ് കാറ്റഗറി നമ്പർ 51/2026 ബോട്ടിസ് റാങ്ക് ആണ്. സാലറി 26,500 മുതൽ 60,700 രൂപ വരെയാണ്. 7 വേക്കൻസി ആണുള്ളത്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് 18 മുതൽ 40 വയസ്സ് വരെയാണ്. അതായത് 2/1/1986 1/1/2008 ഇടയിൽ ജനിച്ചിട്ടുള്ളവർക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത്. OBC SC/ST കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻസ് പറയുന്നത് SSLC ഉണ്ടായിരിക്കണം. കൂടാതെ വാലിഡ് ആയിട്ടുള്ള സ്ട്രാങ്ക് ലൈസൻസ് ഉള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത്. അടുത്ത പോസ്റ്റ് കാറ്റഗറി നമ്പർ 53/2026 അപ്ഹോൾസ്റ്റർ ആണ്. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. സാലറി പറയുന്നത് 25,100 മുതൽ 57,900 രൂപ വരെയാണ്. ഒരു വേക്കൻസി ആണ് കൊടുത്തിട്ടുള്ളത്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് 18 മുതൽ 40 വയസ്സ് വരെയാണ്. 2/1/1986 1/1/2008 ഇടയിൽ ജനിച്ചിട്ടുള്ളവർക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത്. SC/ST OBC കാറ്റഗറീസിന് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻസ് പറയുന്നത് SSLC ഉണ്ടായിരിക്കണം. കൂടാതെ അപ്ഹോൾസ്ട്രി ട്രേഡിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഈ പറഞ്ഞ യോഗ്യതകൾ ഇല്ല എങ്കിൽ മാത്രം ഗവൺമെന്റ് ഓർ ക്വാസി ഗവൺമെന്റ് ഓർ പബ്ലിക് സെക്ടർ ഓർ രജിസ്റ്റേർഡ് പ്രൈവറ്റ് സെക്ടറിൽ നിന്നും അപ്ഹോൾസ്ട്രി വർക്സിലുള്ള 3 ഇയർ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നാൽ മതിയാകും. ഇത്തരം ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത പോസ്റ്റ് 54/2026 കേരള ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ആണ്. സാലറി 20,000 മുതൽ 45,800 രൂപ വരെയാണ് പറഞ്ഞിട്ടുള്ളത്. ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് കൊടുക്കുന്നത്. ഏജ് ലിമിറ്റ് 18 മുതൽ 40 വയസ്സ് വരെയാണ്. അതായത് 2/1/1986 1/1/2008 ഇടയിൽ ജനിച്ചിട്ടുള്ളവർക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത്. ക്വാളിഫിക്കേഷൻസ് പറയുന്നത് BA ഓർ BSc ഓർ BCom ഡിഗ്രി ഉണ്ടായിരിക്കണം. ഇംഗ്ലീഷിലും മലയാളത്തിലും ടൈപ്പ് റൈറ്റിംഗിൽ ഷോർട്ട് ആൻഡ് ലോവർ ഗ്രേഡ് പാസ് ആയിട്ടുള്ളവരുടെ ആയിരിക്കണം. എങ്കിലാണ് ഈ അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്നത്. അടുത്തൊരു പോസ്റ്റ് കാറ്റഗറി നമ്പർ 56/2026
കേരള സ്റ്റേറ്റ് പോൾട്രി കോർപ്പറേഷൻ ലിമിറ്റഡിൽ പ്രൈവറ്റ് സെക്രട്ടറി ടു മാനേജിംഗ് ഡയറക്ടർ. സാലറി 9,940 മുതൽ 16,580 വരെയാണ്. ഒരു വേക്കൻസിയാണുള്ളത്. ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ് വിളിച്ചിരിക്കുന്നത്. ഏജ് ലിമിറ്റ് 18 മുതൽ 40 വയസ്സ് വരെയാണ്. 2/1/1986 1/1/2008 ഇടയിൽ ജനിച്ചിട്ടുള്ളവർക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത്. OBC, SC, ST കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻസ് പറയുന്നത് +2 ഉണ്ടായിരിക്കണം. കൂടാതെ മലയാളം, ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗിൽ ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് നേടിയിരിക്കണം. ഇതിനൊപ്പം കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് കൂടെ ഉണ്ടായിരിക്കണം. മലയാളം, ഇംഗ്ലീഷ് ഷോർട്ട് ഹാൻഡിൽ ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റും ഉള്ളവർക്കാണ് ഈ അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്നത്. ഇത്രയും ഡീറ്റെയിൽസുകളാണ് പറയാനുള്ളത്. ഈ റിക്രൂട്ട്മെന്റിൽ പറഞ്ഞിട്ടുള്ള എല്ലാ പോസ്റ്റുകളുടെയും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട അവസാന തീയതി 2026 ആഗസ്റ്റ് 5 ആണ്. മറക്കാതിരിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ PSC സർക്കാർ ജോലി വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.